തിരുവാതിര ഞാറ്റുവേലയും കഴിഞ്ഞ് തിരുവോണത്തിന്റെ ആഘോഷപ്പൊലിമയിലേക്ക് നാടുണരുമ്പോൾ ഭാരിച്ച ജനവിധി ചുമലിലേറ്റി വി ഡി സതീശൻ സർക്കാരും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ 100 ദിനം തികയ്ക്കുകയാണ്. ജനക്ഷേമ പദ്ധതികളിലും നവീകരണത്തിലുമൂന്നി ടീം UDF 102 സീറ്റുകളുടെ ബലത്തിൽ മെയ് 18 ആരംഭിച്ച ഭരണം 3 മാസം പൂർത്തിയാകുമ്പോൾ ഭരണത്തിനൊപ്പം ഉയർന്നു കേട്ടത് വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഒപ്പം തുടക്കക്കാരന് ചില അപാകതകളുമാണ്. 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അധികാരം പിടിച്ചെടുത്ത UDF മുന്നണിക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഒട്ടും കുറവായിരുന്നില്ല. എന്നാലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന കാര്യം ചെയ്യുക എന്ന സതീശൻ ശൈലിക്ക് തന്നെയാണ് ആദ്യ നാളുകളിൽ മുൻഗണന ലഭിച്ചത്. ഭരണത്തിന്റെ ഹൃദയഭൂമിയായ സെക്രട്ടേറിയറ്റ് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകൊടുത്തും മുൻ സർക്കാരിന്റെ കാലത്ത് ആക്ഷേപമുയർന്ന പോലീസ് അകമ്പടിയും സുരക്ഷയും ഒക്കെ വെട്ടിച്ചുരുക്കിയും ക്യാബിനറ്റ് ജനങ്ങളുടെ കയ്യടി വാങ്ങി. തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ ഊർജ്ജസ്വലതയോടെ തന്നെയാണ് പുതിയ മന്ത്രിസഭ കാൽവെപ്പുകൾ നടത്തുന്നത്. അതോടൊപ്പം മുൻ സർക്കാർ അവസാനിപ്പിച്ച ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ പുനരാരംഭിച്ചതും ജനാധിപത്യപരമായ സുതാര്യതയ്ക്ക് വലിയൊരു ഉദാഹരണമായി മാറി. മാധ്യമങ്ങളുടെ എരിവേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒളിച്ചോടാതെ കൃത്യമായി മറുപടി പറയുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി ഭരണത്തിന് പുതുവെളിച്ചമേകി. അധികാരത്തിലേറെ 1 മാസം തികയും മുൻപ് തന്നെ ചരിത്രപരമായ വലിയ പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യമൊരുക്കുന്ന പ്രിയദർശിനി പദ്ധതി പ്രതിമാസം 60 മുതൽ 80 കോടി രൂപ വരെ അധിക ബാധ്യത വരുത്തിവെക്കുമെങ്കിലും ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇത് സർക്കാരിന്റെ ഇമേജ് വാനോളം ഉയർത്തുകയും ചെയ്തു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിച്ചതും എടുത്തു പറയേണ്ട നേട്ടം. മുൻകാലങ്ങളിൽ ജനരോഷത്തിന് വഴിവെച്ച സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാനും അതിനായി സർവേ നടത്തി കുരുക്കിലാക്കിയ ജനങ്ങളുടെ ഭൂമിക്ക് മോചനം നൽകാനും കാണിച്ച രാഷ്ട്രീയ ആർജവവും കയ്യടി നേടി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മകൾക്ക് നിയമനം നൽകിയതും സർക്കാരിന്റെ മാനുഷിക മുഖം തുറന്നുകാട്ടി. സംസ്ഥാനത്ത് വേരൂന്നിയ ലഹരി മാഫിയകൾക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ രാജ്യശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. 3 മാസത്തിനിടെ 10,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കുറ്റവാളികളെ പിടികൂടുകയും ചെയ്തതോടെ ആഭ്യന്തര വകുപ്പിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇരട്ടിച്ചു. ഇതിനോടൊപ്പം പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ ധവളപത്രവും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അവതരിപ്പിച്ച മിഷൻ സമുദ്ര ബജറ്റും സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന് തെളിവായി. ആലപ്പുഴയിലുണ്ടായ രക്ഷാപ്രവർത്തന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതും യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതും സ്വന്തം അണികൾക്ക് വലിയ ആവേശം നൽകി. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് പഴയ ഭരണകാലത്തെ തെറ്റുകൾ തിരുത്താനുള്ള പുതിയ സർക്കാരിന്റെ തീരുമാനമായി വിലയിരുത്തപ്പെട്ടു. വിപണിയിലെ കൃത്യമായ ഇടപെടലുകളും അഴിമതിരഹിത നിലപാടുമാണ് മറ്റെടുത്തു പറയേണ്ട ഒരു കാര്യം. ഓണക്കാലത്ത് ജനങ്ങൾക്ക് ഭാരമാകാത്ത രീതിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞു. സപ്ലൈകോ സ്റ്റോറുകളിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും വെളിച്ചെണ്ണ അടക്കമുള്ളവയുടെ വില കുറയ്ക്കുകയും ചെയ്തു. ഇതോടെ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ലെന്ന പരാതി ഉയർന്നതേയില്ല. കൺസ്യൂമർ ഫെഡിനെയും കൃത്യമായി സജ്ജമാക്കി വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ടു. ആശാ അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതും ജീവനക്കാർക്ക് ഓണക്കാലത്ത് ബോണസും ഉത്സവവത്തിയും കൃത്യമായി നൽകിയതും ക്ഷേമ പെൻഷനുകൾ മുടക്കമില്ലാതെ വിതരണം ചെയ്തതും സർക്കാരിന് ജനകീയത തെളിയിച്ചു. അതോടൊപ്പം വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ നിലപാടും സർക്കാർ സ്വീകരിച്ചു. കാപ്പ കേസിൽ ജയിലിലായ BJP കൗൺസിലർക്ക് അനുകൂലമായി നിലപാടെടുത്ത തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. സ്കൂളിൽ സവർക്കറെ പുകഴ്ത്തി ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെതിരെ നടപടിയെടുത്തതും ഭരണകൂടത്തിന്റെ ലളിതമായ സന്ദേശമായിരുന്നു. RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെതിരെ നടപടിയെടുത്തതും ഇതിന് ഉദാഹരണമാണ്. എന്തായാലും സതീശൻ സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ ആക്ഷേപങ്ങളും ധാരാളമുണ്ട്. ബന്ധു നിയമനവും ചിലയിടങ്ങളിലെ പിഴവുകളും ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ചിരിച്ചു കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജെൻസി എന്നില്ല, പ്രായമായവരെന്നില്ല, മില്ലേനിയൽസ് എന്നില്ല, എല്ലാവർക്കും സ്വീകാര്യനായ, എല്ലാവർക്കും ഓടിയെത്താൻ സാധിക്കുന്ന അപ്രോച്ചബിളായ ഒരു മിനിസ്റ്റർ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ.